ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓസ്കാർ കാസിലേക്ക് വന്നിട്ട് കുറെ നാളായി. നമ്മുടെ മൻസാദിക്കാനാണെങ്കിൽ കണ്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നല്ലോണം തടിച്ചിട്ടുണ്ട്. അതാണ് ആകെ നിൽക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമൊന്നുമില്ല, എന്നാലും ഓവറോൾ ഒരു മാർക്കറ്റ് വളരെ മോശമാണ്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വണ്ടികളുടെ വില ഭയങ്കര കൂടുതലാണ്. 3 കൊല്ലം 4 കൊല്ലം മുമ്പൊക്കെ എടുത്ത വണ്ടികളുടെ ആ സെയിം പ്രൈസിങ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അപ്പൊ ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്നതല്ല, ബിക്കോസ് ഓഫ് ദ മാർക്കറ്റ് ആണ്. അപ്പൊ ചോദിക്കും, 2 കൊല്ലം മുമ്പ് ഞാൻ ഇന്ന വിലക്കാണല്ലോ ഒരു വണ്ടി എടുത്തേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ആ വണ്ടി ഇപ്പൊ കിട്ടത്തില്ല. സെക്കൻഡ് ഹാൻഡ് കാർസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രൈസിങ് കൂടി. അതൊരിക്കലും യൂസ്ഡ് കാർ മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകള് ഡിസൈഡ് ബിക്കോസ് ഓഫ് ദ മാർക്കറ്റ്. അതങ്ങനെയാണ്. ഒരു ഇൻഫ്ലേഷൻ ഒക്കെ വരുമ്പോ ഉണ്ടാവുന്ന പോലെ തന്നെ സെയിം അത് ഒരു അവൈലബിലിറ്റിയുടെയും ഒരു മാർക്കറ്റ് ഒരു പ്രൈസിങ്ങിന്റെയും ഒരു സംഗതിയാണ്. സോ അതാണ് കച്ചവടം ഇപ്പൊ നിലവിൽ. അപ്പൊ ഏത് കച്ചവടം ഇപ്പൊ പുതിയതായിട്ടൊരു യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു ഡീലറോ അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സംഗതിയാണ് ഒരു വണ്ടി കച്ചവടം. ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇത്ര ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് താങ്കളാണ് ഫസ്റ്റ് വന്നേക്കുന്ന ഒരു ലേഡി ഫിഗർ. ഇപ്പൊ ഒരുപാട് പേരെ ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളാണ് ആദ്യം തന്നെ എന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഒരു മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്കൊക്കെ വരുന്നവരുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, മാർക്കറ്റ് ഈസ് ടോട്ടലി വ്യത്യാസങ്ങൾ വരും. പക്ഷെ അതനുസരിച്ചിട്ട് ബിസിനസ് ചെയ്യാം. അതനുസരിച്ച് ഇപ്പൊ പഴയ പോലെ ലാഭമല്ല, ഇതൊരു പാഷനായിട്ട് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നശിക്കേണ്ടി വരില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. എന്നെക്കാളും വലിയ കാർ എന്തൂസിയാസ്റ്റ് ആണ് കേട്ടോ നിൽക്കുന്നത്. പുറത്തൊക്കെ പോയി ഒരുപാട് ട്രാവൽ ചെയ്ത് അവിടുത്തെ വണ്ടികളൊക്കെ ഓടിച്ചിട്ട് കേരളത്തിലേക്ക് കാലുകുത്തിയ ഒരാളാണ്. അപ്പൊ പറയൂ, ഫോർഡിനെ പറ്റിയിട്ട് 2 വാക്ക് പറയൂ. ഫോർഡിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർഡ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. നമ്മുടെ നാട്ടില് ഫോർഡ് ഇറങ്ങിയിരിക്കുന്നത് എസ്കോർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങുന്ന വണ്ടികളാണ് ഞാൻ ഈ പറയുന്നത്. എസ്കോർട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതിനുശേഷം ഫിഗോ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു വേറൊരു സെഗ്മെന്റ് വന്നിട്ടുണ്ട്, മോണ്ടിയോ എന്ന് പറഞ്ഞു. അത് ഒരുപാട് പേര് കേട്ടിട്ടില്ല. മോണ്ടിയോ ലൈക്ക് ഇന്ത്യയിൽ ഫസ്റ്റ് എടുക്കുന്ന അമിതാഭ് ബച്ചനാണ് മോണ്ടിയോ എടുക്കുന്നത്. ലൈക്ക് ഫിയസ്റ്റയുടെയും ഐക്കണിന്റെ ഒക്കെ ഒരു പ്രീമിയം വേർഷൻ ആയിട്ട് വന്നാണ് മോണ്ടിയോ. അപ്പോ ഫോർഡ് എപ്പോഴും ഒരു പ്രീമിയം ബ്രാൻഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സ്ട്രെങ്ത്, പെർഫോമൻസ്, എല്ലാവിധ ഒരു ഓറിയന്റേഷൻ ഉള്ള ഒരു വണ്ടിയായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഹിറ്റായതും ഏറ്റവും കൂടുതൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് എക്കോസ്പോർട്ട്. ആളുകൾ പല രീതിയിൽ പറയും, അതായത് ഫോർഡ് നിർത്തിപ്പോയില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ഫോർഡ് നിർത്തിയത് ന്യൂ കാർ സെയിൽസ് മാത്രമാണ്, സർവീസ് ഇപ്പോഴും ഉണ്ട്. ആൻഡ് സ്റ്റിൽ ഇതിനൊരു എക്സലന്റ് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പുള്ള ഫോർഡിന്റെ കസ്റ്റമേഴ്സിന് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ഈ ഫോർഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മുടെ നിർത്തിപ്പോയ ഡീലേഴ്സ് വിളിച്ചു ചോദിക്കും അവരുടെ വണ്ടി കൊടുക്കാനുണ്ടോ, അത് നമ്മൾ കൊടുത്തു തരാമെന്നൊക്കെ പറയാൻ കാരണം തന്നെ ബിക്കോസ് ഈ വണ്ടിയുടെ ഒരു എക്സലന്റ് മാർക്കറ്റ് തന്നെയാണ്. കാരണം ഇതുപോലുള്ള ഒരു വണ്ടി ഒരു ബഡ്ജറ്റിൽ ഇറക്കത്തില്ല. അതെ, പിന്നെ അത് മാത്രം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോലും ഈ വണ്ടീനെ സത്യം പറഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ അത് കഴിഞ്ഞ് ഈ വണ്ടി ഓടിച്ച് എനിക്കൊന്നും 2 മന്ത്സോളം ഞാൻ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ വണ്ടീനെ പറ്റിയിട്ട്. പല ആളുകളും പുറത്തുനിന്നുള്ളവരൊക്കെ പറയുന്നുണ്ട് ഫോർഡിന്റെ കൊള്ളൂല, പക്ഷെ ഒരിക്കലല്ല, ഈ വണ്ടി ഓടിച്ചവർക്ക് അറിയാം. മാരുതിയുടെ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരും വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഫോർഡ് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ചോദിക്കുക എങ്ങനെയുണ്ട്. അതെ. അപ്പോ നമ്മുടെ ഈ വണ്ടികളെ പറ്റി ഡീല് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എസ്പെഷ്യലി പറയാം, നമ്മുടെ ഈ ഷോറൂമിൽ എപ്പോഴും ഒരു ഫോർഡിന്റെ വണ്ടി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. കാരണം നമുക്ക് ബിസിനസ് വേണം. ഫോർഡിന്റെ വണ്ടിക്ക് എപ്പോഴും ബിസിനസ്. അപ്പൊ എങ്ങനെയാണ് പെട്രോൾ ഒരു ഡീസൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത്രയും വലിയൊരു ഡ്രൈവിംഗ് കംഫോർട്ട് തരുന്ന ഒരു സെമി സെഗ്മെന്റ് MPV ഉണ്ടാവില്ല. അതെ,
എങ്ങനെയാണ് അപ്പൊ നമ്മുടെ എക്കോസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ്? 2016 മോഡൽ 17 രജിസ്ട്രേഷൻ, വെറും 16,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ പ്രൈസിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലാണെന്നൊക്കെ പറയും, 4 ലക്ഷം രൂപക്ക് വണ്ടി കിട്ടും. പക്ഷെ എന്നാലും ഞാൻ പറയണേ ഇതിന്റെ വില 590 ആകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണറാണ്. ഓക്കെ. ഇത് എടുക്കുന്ന കസ്റ്റമർക്ക് ഇതിനൊരു 10 പൈസ മുടക്കേണ്ടി വരില്ല. കാരണം ഇതിന് നമ്മള് കിലോമീറ്റർ ജെനുവിനിറ്റി, ആക്സിഡന്റൽ ആൻഡ് ഫ്ലഡ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി ആയിരുന്നു. നെഗോഷ്യബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഡയറക്റ്റ് നിങ്ങൾ വരണം, ഷോറൂമിൽ വന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ചെയ്ത് കിട്ടും. ഇവരെ കോൺടാക്ട് ചെയ്താലും മതി. എന്തായാലും കുഴപ്പമില്ല, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങ പോകുന്നു. ഓക്കെ, നമുക്കിനി അടുത്തത് ഏതാ? നമ്മുടെ ഔഡി നമുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, എങ്ങനെയാണ് ഔഡിയുടെ ഡീറ്റെയിൽസ്? ഓക്കെ, ഒരു കാര്യം ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തോട്ടെ. ഞാൻ എപ്പോ ഔഡിയുടെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും പല ആളുകളും വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, ഔഡി അല്ലേ ചേച്ചി ഓഡിയാണെന്ന്. യെസ്, ഔഡിയാണ്. പലരും ഞാൻ ഔഡിയുടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വന്ന് കമന്റ് ഇടുന്നത് ഓടി ഓടി എന്നാണ് പറയണത്, ഔഡി എന്നാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. അതെനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയിട്ട് അതുകൊണ്ടിട്ടാ പറഞ്ഞു. അതെ അതെ അതെ, യെസ്. അപ്പോ ഇതിന്റെ ഡേറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 2012 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 83,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ്. പ്രീമിയം പ്ലസ് ആണ്. ഓക്കെ, ടോപ്പ് വേരിയന്റ്, 2 ലിറ്റർ TDI എഞ്ചിൻ, Volkswagen ആണ് വണ്ടി. ഇതിന്റെ Volkswagen തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ജെറ്റ് ആൻഡ് പസാറ്റ് ആയിട്ടുള്ള വ്യത്യാസം, ഫീച്ചേഴ്സ്, പിന്നെ എഞ്ചിൻ ട്യൂണിംഗ്, ഇതൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസിങ് നമ്മൾ ആസ്കിംഗ് പ്രൈസിങ് വരുന്നത് 12 ലക്ഷം രൂപയാണ്. ഒറിജിനൽ കേരള കേട്ടോ. ഓക്കെ, എടുത്തു പറഞ്ഞു. നെഗോഷ്യബിൾ ആണ്, നമുക്ക് ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, വെൽ മെയിൻറ്റൈൻഡ് ആണ്. എടുക്കാൻ വരുന്ന കസ്റ്റമർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, ആ ഒരു ഫീച്ചർ നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സർവീസും നമ്മൾ തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് താറാണ്. എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്? 2019 മോഡൽ CRD 4. ഓക്കെ, കാരണം ഫസ്റ്റ് ജനറേഷൻ വണ്ടികളിലൊന്നാണ്. അതെ അതെ. 2 എഞ്ചിൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് DA എഞ്ചിൻ, the best വണ്ടി, ചീപ്പ് ആൻഡ് ബെസ്റ്റ് DA എഞ്ചിൻ, and this is CRDA, which means full option ആണ്. അപ്പോ ഇപ്പൊ ഇറങ്ങുന്ന താറായിട്ട് വ്യത്യാസം എന്താണ്? എല്ലാവരും ചോദിക്കും, ഇപ്പൊ ഇറങ്ങുന്ന താറല്ലേ അടിപൊളി എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഇറങ്ങുന്ന താറ് എപ്പോഴും റോട്ടിലും നമ്മളൊരു സിറ്റി യൂസിനൊക്കെ ബെസ്റ്റ് ആണ്. കാരണം എംഹോക്ക് എഞ്ചിനാണ്, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനാണെങ്കിൽ സ്റ്റാലിൻ എഞ്ചിനാണ് വരുന്നത്. ഭയങ്കര പെർഫോമൻസ് ആണ്. അതിനേക്കാൾ കൂടുതൽ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി, ചീപ്പ് മെയിൻ്റെനൻസിൽ നമുക്ക് ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി വരുന്നത് പഴയ താറ്. അതുകൊണ്ട് തന്നെ പഴയ താറിനാണ് ഒരു ഓഫ് റോഡ് ഒരു എന്താ പറയാ ഒരു കാഴ്ചപ്പാടുള്ള ഒരാള് എപ്പോഴും വരുന്നത് പഴയ താറ് ചോദിച്ചിട്ടാണ്. പുതിയ താറ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇറങ്ങിയ വണ്ടികളൊന്നും ഓഫ് റോഡ് പോയിട്ടുണ്ടാവില്ല. എല്ലാവരും സിറ്റിസിനും ഒരു ലോങ് ട്രാവലിംഗ് അങ്ങനെ ഒരു ഗുഡ് ലുക്കിംഗ് കാറാണ്. എസ്പെഷ്യലി ഒരു ലേഡീസ് ടൈപ്പ് കാറാണ്. ലേഡീസ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിനൊക്കെ ഒരു അട്രാക്ഷൻ വരുന്ന ടൈപ്പ്. അതുകൊണ്ടൊക്കെ തന്നെ അത് ഭയങ്കര ഹിറ്റ് ആണ്. ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വണ്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ 2019 മോഡൽ 35,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 10,25,000 രൂപയാണ്. 2 ലക്ഷം രൂപ ഫിറ്റിംഗ് ഉണ്ട്. ഹാർഡ് ടോപ്പ് ലെവലിൽ സോഫ്റ്റ് ടോപ്പ് ചെയ്തിരിക്കുന്ന 3 ഡോർ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളിക് ടാങ്ക് ഗ്ലാസ് ചെയ്തിരിക്കുന്ന 4WD ഒരു 1.25 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഓ, ഇത് നിങ്ങൾ മേടിച്ചാൽ മതി, നേരെ വീട്ടിൽ കൊണ്ടുപോയിക്കോ. അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള. ഇവിടത്തെ ഒരു ഞാൻ പൊക്കി പറയണമെന്ന് വിചാരിക്കരുത്, എന്നാലും ഞാൻ കണ്ടെടുത്ത് വെച്ചോളം ഇവിടുത്തെ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും, ക്ലീൻ പീസ് ആയിരിക്കും. ഷോറൂമിൽ നിന്ന് ഇറക്കിയ ഷോറൂം ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വേണമെങ്കിൽ നോക്കിക്കോ. എക്കോസ്പോർട്ട് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലീൻ ആയിട്ടൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ സീരിയസ്ലി എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞതാ. ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടിയൊക്കെ ഇനിയും നിറച്ചൊക്കെ ഇടാം. പക്ഷെ നല്ലൊരു വണ്ടി നോക്കിയിട്ടാണ് എടുക്കുന്ന കസ്റ്റമർ. നമുക്ക് ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി കൊടുത്ത് ഒഴിവാക്കി വിടല്ലോ. അതെ, തലയിൽ വെച്ച് കൊടുക്കുമല്ലോ. നമുക്കൊരു കസ്റ്റമർ അവര് നമ്മുടെ ലൈഫ് ലോങ് കസ്റ്റമർ ആയിരിക്കും. അതെ, സത്യം. അവരുടെ കെയർ ഓഫിൽ നമുക്ക് ബിസിനസ് വരും. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത്. നമ്മുടെ വണ്ടിക്ക് ഒരു 10 രൂപ കൂടുതൽ ഉണ്ടാവാം, പക്ഷെ കൊണ്ടുപോകുന്ന കസ്റ്റമർക്ക്
പൈസ മുടക്കേണ്ട കാര്യം വരില്ല. അത് അത് ഞങ്ങള് വെറുതെ വീഡിയോയിൽ പറയല്ല, നിങ്ങൾ എനിക്ക് തോന്നിയ കാര്യമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഈ വഴി ആലുവ പറവൂർ റൂട്ടിൽ മീൻസ് പറവൂർ കവലയിലാണ് നമ്മുടെ ഷോറൂം. ഈ വഴി പോകുമ്പോ ഹൈവേയുടെ സൈഡ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വന്ന് കേറിയിട്ട് വണ്ടിയൊന്നും എടുക്കണ്ട, ഇവിടെ ഉള്ള വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം വില കൂടുതൽ കൊടുത്താലാണ് ഹൈ ക്ലാസ് സാധനം കിട്ടുള്ളൂ, അത് വേറെ കാര്യം. അതിനുള്ള ഹൈ ക്ലാസ് സാധനം നമ്മൾ തരും, വില കൂട്ടിയിട്ടിട്ട് കബൂർ സാധനം കൊടുക്കില്ല. അതെ, ഹോണ്ട സിറ്റി എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2012 മോഡൽ ഹോണ്ട സിറ്റി കമ്പനി സർവീസിൽ 60,000 കിലോമീറ്റർ ആകെ ഓടി. സെക്കൻഡ് ഓണർഷിപ്പിൽ ഈ വേരിയന്റ് എടുത്ത വണ്ടിയാണ്. ഇതിന്റെ വില പ്രൈസിങ് നമ്മൾ ചോദിക്കുന്നത് 390 ആണ്, നെഗോഷ്യബിൾ ആണ്. ആകെ 60 ഓടിയിട്ടുള്ളൂ. ഇത്രയും കണ്ടീഷൻ ഉള്ള ഒരു വണ്ടി, വേറൊരു വണ്ടി ഈ ഒരു പ്രൈസിങ്ങിന് നിങ്ങൾ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ 50,000 ഡിസ്കൗണ്ട് ചെയ്ത് തരാം. പോട്ടെ, 50 അല്ല, 1 lakh ഡിസ്കൗണ്ട് ചെയ്ത് തരാം. ആരെങ്കിലും ഈ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യോ? ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇക്ക പറഞ്ഞ പോലെ 1 lakh നിങ്ങൾക്ക് ക്യാഷ് ബാക്ക്. കമ്പനി സർവീസ് ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത 2012 മോഡൽ. കാരണം ഇതിന് വേറൊരു ഗുണം കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടൈപ്പ് 3 ജനറേഷൻ ആണ്. ഇത് ഫസ്റ്റ്, അതായത് ഈ ഒരു ഷേപ്പിൽ വന്നേക്കുന്നതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. ഈ ഷേപ്പ് 2009 വരുന്നത്. 2011, 12 ഈ ഗ്രില്ലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു എഡിഷൻ ഇറ്റ്സ് ദ ബെസ്റ്റ്. ഉപയോഗിച്ച് നോക്കുന്നവർക്ക് അറിയാം, അത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. മാത്രമല്ല ഹോണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ലൈഫ് ലോങ് വണ്ടിയാണ്. മക്കൾക്കും ഉപയോഗിക്കാം, പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ. 2012 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓർഡർ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോളോനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല, ഇക്ക തന്നെ പറഞ്ഞോളൂ. ബിക്കോസ് ഓൾറെഡി പോളോ യൂസ് ചെയ്യുന്ന ഒരു ആളാണ്, അപ്പൊ ഇക്ക പറഞ്ഞോളത്. ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആദ്യം പറയാം. 2016 മോഡൽ സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ കംഫർട്ട് ലൈൻ 1.2 MPI ആണ് വണ്ടി. അപ്പോ ആദ്യം നമ്മുടെ പോളോ ഫോക്സ് വാഗൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ, എസ്പെഷ്യലി ഇൻ കേരള ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്സ് വാഗന്റെ വണ്ടിയാണ്. അതായത് ഒരു 2015-16 ആ ഒരു കാലഘട്ടത്താണ്. അപ്പൊ എല്ലാവരും പറഞ്ഞ സ്വിഫ്റ്റ് ആണ് ബെസ്റ്റ്, ഹ്യുണ്ടൈ ആണ് ബെസ്റ്റ്, ഇത് മെയിൻ്റെനൻസ് കൂടുതലാണ്. ഇപ്പൊ നിലവില് ഈ പറയുന്ന 2 വണ്ടികളേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് പോളോ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളെപ്പോഴും ഒരു വണ്ടിയുടെ അഭിപ്രായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഉപയോഗിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കണം. സത്യം സത്യം. സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന അടുത്തോട്ട് പോളോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയാ അയ്യോ സ്വിഫ്റ്റ് പറയല്ല, സ്വിഫ്റ്റ് ഇസ് ഫോർ എ ഡിഫറെന്റ് ക്ലാസ്. അതൊരു ആവറേജ് യൂസർക്ക് പറ്റിയൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതേസമയം നിങ്ങൾ പെർഫോമൻസ്, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഒരു സേഫ്റ്റി, ഇതൊക്കെ നോക്കുന്ന ഒരു എൻതൂസിയാസ്റ്റ് ലെവലിലേക്കൊക്കെ വരുന്ന ആളാണെങ്കിൽ ഓഫ് കോഴ്സ് പോളോ. അത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് പോളോക്ക് ഇത്രയും ഡിമാൻഡ്. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള കാറ് ക്രിസ്റ്റയോ ഫോർച്യൂണറോ ടൊയോട്ടയുടെ വണ്ടിയൊന്നുമല്ല, ഇറ്റ്സ് പോളോ GT. ഇത്രയും സ്റ്റെബിലിറ്റി ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. ആ സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഓരോ വർഷം കഴിയുമ്പോൾ. അത് പോളോ GT തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, വണ്ടി ഉപയോഗിച്ചേക്കുന്ന ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്സ്. മൈലേജ് അല്ല, സ്റ്റെബിലിറ്റി ആൻഡ് പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി, അതാണ് പോളോയുടെ ഒരു ഗുണം. GT എന്ന് പറയുമ്പോൾ ടർബോ എഞ്ചിനാണ്, 7 സ്പീഡ് DSG ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി മൈലേജ് നോക്കി കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ടർബോ ഇല്ലാത്ത വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആണ്. ഒരു 15+ മൈലേജ് ഡിപെൻഡ്സ് അപ്പോൺ യുവർ ഡ്രൈവിംഗ്. നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 18-19 ഒക്കെ കിട്ടും. ആവറേജ് ഓടിക്കുമ്പോൾ ഒരു 14-15 കിട്ടും. അടുത്തത് i20 ആണ് കേട്ടോ. ഓക്കെ ഇക്ക, എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? ഇത് 2016 മോഡലാണ്. ഇതിന്റെ പ്രൈസിങ് നമ്മൾ ചോദിക്കുന്നത് 535 ആണ്. നെഗോഷ്യബിൾ ആണ്. സ്പെഷ്യലി കൊച്ചിക്കാരി അച്ചായത്തിയുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ചെയ്ത് കിട്ടും. പറയണോട്ടാ. ഓക്കെ, അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് i20 ആണ്. എനിക്ക് ഈ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ് i20യുടെ. പഴയത് ഇഷ്ടമാണ് കേട്ടാ, പക്ഷെ എന്താ, അതെ അതെ സത്യം. ഏറ്റവും അടിപൊളിയും എപ്പോഴും പുതിയ വണ്ടികൾ, ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികള്, ഈവൻ ഫോക്സ് വാഗൻ ആയാലും സ്കോഡ ആയാലും, ഞാനൊരു ഫോക്സ് വാഗനും സ്കോഡയൊക്കെ
നിരന്തരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിട്ട് ഞാൻ പറയാണ് ഇപ്പോഴത്തെ വണ്ടികളെക്കായി കൂടുതൽ ഡെഫിനറ്റ്ലി അത് ഇതിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ആ ഒരു ബോഡി സ്ട്രെങ്ത്, ആ ഒരു പെയിന്റിംഗ് ക്വാളിറ്റി, ആ ഒരു സെറ്റപ്പ്, ഒരു സ്റ്റെബിലിറ്റി ഒന്നും പുതിയ വണ്ടികൾക്കില്ല. കാരണം പുതിയ വണ്ടികൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അവർ സ്പെസിഫൈ ചെയ്യുന്നത് ഇവർക്കുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാവർക്കും വേണ്ടത് മൈലേജ് ആണ്. അത് നോക്കിയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പോൾ അതനുസരിച്ച് വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫർട്ട്, എൻതൂസിയാസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഡ്രൈവിംഗ് കംഫർട്ട് കുറയും. അതേസമയം ഒരു കാറ് ഒരു ആവശ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. അതെ. എങ്ങനെയാ 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. ഒറ്റേകാലാണ് ചോദിക്കുന്നത്. പുതിയ വണ്ടിക്ക് ഒരു 11.5 ലക്ഷം രൂപ വിലയുണ്ട്. നെഗോഷ്യബിൾ ആണ്. ക്ലെയിം 0 ക്ലെയിം ആണ് വണ്ടി. ഫിനാൻസ് ആണെങ്കിൽ എത്ര രൂപ നമ്മൾ ഇടേണ്ടി വരും? 7 lakh ഒക്കെ ഈസിയായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ നമ്മളൊരു ഫുൾ ഫിനാൻസ് ഒന്നും കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവരും പറയും ഫുൾ ഫിനാൻസ് ഒക്കെ കൊടുക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു ഓവറോൾ ഒരു ബിസിനസ് മാർക്കറ്റ് വെച്ചിട്ട് ഫുൾ ഫിനാൻസ് ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യത്തില്ല. അവർ പറയും ഇത്രയും ഫണ്ടിങ് ഒക്കെ തരാന്നൊക്കെ പറയും. പക്ഷെ ഇത്രയൊന്നും ഫണ്ടിങ് വീഴത്തില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ക്രെഡിറ്റ് പ്രൊഫൈൽ ആൻഡ് നമ്മുടെ ഒരു ബാങ്കിങ് ഒക്കെ നോക്കിയിട്ടാണ്. എങ്കിൽ കൂടി ഒരു വണ്ടിയുടെ പ്രൈസിങ്ങിന്റെ, അതായത് ഒരു മാർക്കറ്റ് പ്രൈസിങ്ങിന്റെ 80-85% ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു 7.5 lakh ഒക്കെ 7 to 7.5 lakhന്റെ ഇടയിൽ ബിറ്റ്വീൻ നമുക്ക് ഇത് ഫിനാൻസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇങ്ങനെ ഓരോ വണ്ടിയുടെ അടുത്ത് വരുമ്പോ എങ്ങനെ ഞാൻ ഇവനെ പറ്റി പറയേണ്ടത് എന്നാണ് ഇങ്ങനെ ആലോചിക്കണത്. അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്രിസ്റ്റ. സത്യം. അതെ. 2016 മോഡല്, സെക്കൻഡ് ഓർഡർ, 1,30,000 കിലോമീറ്റർ വണ്ടിയാണ്. പ്രൈസിംഗ് ആണ് ഒറിജിനൽ കേരള. 2 ലക്ഷം രൂപയുടെ ക്ലെയിം ഉണ്ട്. ഒറ്റയടിക്കുള്ള ക്ലെയിം അല്ല, പല പ്രാവശ്യമായിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നതാണ്. ക്രിസ്റ്റ യൂസേഴ്സിന് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഒരു ബമ്പർ എറിഞ്ഞാലോ ഒരു ഗ്രില്ല് ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ അവർ റീപ്ലേസ് ചെയ്യുന്നു. അതിന്റെ ഒരു ഹെഡ്ലൈറ്റും ഗ്രില്ലിനും ഒക്കെ വരുന്നൊരു 2.5 lakhിന് അടുത്ത് ക്ലെയിം ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രൈസിംഗ് ഞാൻ പറയുന്നത്. 14.5 ലക്ഷം രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. 16 മോഡൽ, സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള. 14.5 ലക്ഷം രൂപയാണ് ഒറിജിനൽ കേരള. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെ, അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതെ, കാരണം ഇത് പാർക്കൻസിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. ആ കസ്റ്റമർക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കണം ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കുറെ പ്രീമിയം വണ്ടികളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഔഡി കണ്ടു, BMW കണ്ടു, ഇനി ബെൻസ് കണ്ടോ, എല്ലാം ഉണ്ട് ഇവിടെ. പറഞ്ഞോ, BMW എപ്പോഴും ഒരു സ്പെസിഫൈഡ് കസ്റ്റമേഴ്സിന്റെ വണ്ടിയാണ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി ബെൻസ് ആണ്. ഔഡിസ് ദേർ. ഔഡിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റോഡ് പ്രസൻസ് അടിപൊളിയാണ്. ഒരു ഫോക്സ്വാഗന്റെ വേറെ സംഗതി. BM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രൈവേഴ്സ് കാർ, ഇറ്റ്സ് എ സ്പോർട്ടി തിങ്. ആൻഡ് ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി ബെൻസ് ആൻഡ് ഓഡി വെച്ച്, ഓഡിയൊക്കെ വെറും ചീപ്പ് മെയിൻ്റെനൻസ് ആണ്. ആൾക്കാർക്ക് അറിയില്ല, വർഷോപ്പർ പറ്റിക്കണതാണ്. ഓഡി ഭയങ്കര സംഭവമാണ്, ഫോക്സ്വാഗൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ അതിന്റെ പാർട്സ് നമ്മൾ മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി അറിയണം. വണ്ടി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ കാസ് ബെസ്റ്റ് ആണ്. അതിലെ ഓഡിയാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. BM ഇറ്റ്സ് എ ഡ്രൈവേഴ്സ് കാർ, ഇറ്റ്സ് എ സ്പോർട്സ് കാർ. ഇതിൻ്റെതായ ഒരു സ്പെഷ്യലൈസ്ഡ് കസ്റ്റമർ സംഗതി ഉണ്ട്. ഇതിന്റെ മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ബിക്കോസ് ഈ BM നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബെൻസ് ആൻഡ് ഓഡി ആണോ ഉള്ളത്. BM കുറവാണ് കമ്പാരിറ്റീവ്ലി, ആ ഒരു വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പാർട്സിന്റെ വില കൂടുന്നത്. കാരണം അവൈലബിലിറ്റിയുടെ ഡിമാൻഡും കൂടുതലാണ്. BMW ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു നാനോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നാട്ടിലൊന്നും ഇല്ല, അപ്പൊ അതിന്റെ ഡിമാൻഡായി എന്നെ സംബന്ധിച്ച് നോക്കുന്നു. അതാണ് ഏത് മാർക്കറ്റ്, വണ്ടി എന്നല്ല, അച്ചാർ മാർക്കറ്റിൽ പോലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ചിട്ടാണ് ഡിമാൻഡ്. 2012 മോഡൽ, 2012 മോഡല് ഡൽഹി വണ്ടിയാണ്. ഇതിന്റെ പ്രൈസിങ് ആസ്കിംഗ് പ്രൈസ് ന്യൂ ഷേപ്പ് ആട്ടോ വണ്ടി. 3 സീരീസ് ന്യൂ ഷേപ്പ് ആണ്.
ഇതിന്റെ പ്രൈസിങ് വെക്കുന്നത് 8.5 ലക്ഷം രൂപയാണ്. 8 ലക്ഷം. ഓക്കെ. ഇവിടുന്ന് ഒരു 2 lakh എന്തായാലും വരും. താഴെ വരുന്നുണ്ട്. 12 മോഡൽ. ഇതിപ്പോ ഞാൻ വേറൊരു ഡൗട്ട് വെച്ചോട്ടെ, ഇതിപ്പോ നമുക്ക് വേറെ സ്റ്റേറ്റിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് എൻഒസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു കൊടുക്കും? സ്റ്റേറ്റിലേക്ക് ഈ വണ്ടിയുടെ രജിസ്റ്റേർഡ് എവിടെയാണോ അവിടെ തന്നെ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ. അടുത്തത് യെസ്, എന്റെ വണ്ടി. ഞാൻ ഇപ്പൊ എവിടെ പോയാലും അതാണ് ആളുകൾ പറയുന്നത്. സത്യമായിട്ടും ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താ പറയണേ? ഞാൻ എന്ത് പറയാനാ, ഈ വണ്ടീനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാർ അത്രയും രൂപ കൊടുക്കുമെന്ന് തോന്നണ്ടോ? അതെ, സത്യം. വണ്ടി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ വന്നെടുത്തിട്ട് പോകുള്ളൂ. എങ്ങനെയാണ് 2006 മോഡൽ 5.5 ലക്ഷം രൂപ ചോദിക്കുന്ന കൊള്ളാം. ചോദിക്കട്ടെ? അങ്ങനെയല്ല, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് പറ. 2006 മോഡല് കേരള നമ്പർ ആക്കിയിരിക്കുന്ന വണ്ടിയാണ്. വെറുതെ അല്ല, റീ രജിസ്ട്രേഷനാ? ഓക്കെ. ആണ് ഇത്. ഒരു കാര്യം ഞാൻ കാണിച്ചു. എന്താ? വെറുതെ ഇതായിട്ടുള്ളതല്ല. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഓണർ. പുള്ളിക്കാരൻ അവിടുത്തെ ഒരു MLA ആയിരുന്നു. കോയമ്പത്തൂർ വണ്ടിയാണ്. ഇതാണ് ഫസ്റ്റ് നമ്പർ. ഓക്കെ. അവിടുന്ന് 2 കൊല്ലമായിട്ട് മാറിയിട്ടുള്ള പുള്ളിയുടെ ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്നൊരു വണ്ടിയാണ്. ഇപ്പൊ KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ആ വില. ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു. എടുക്കുന്ന ആൾക്ക് ഓക്കെയാണ്. ഏത് പജേറോ എടുത്താലും ഒരു 50,000 പണി കണ്ടോളണം. വണ്ടിക്ക് പണി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും വണ്ടി പജേറോ എന്ന് പറയുമ്പോ ഒരു നമ്മളൊരു സ്വിഫ്റ്റ് മേടിക്കുന്ന പോലെയോ ഇന്നോവ മേടിക്കുന്ന പോലെയല്ല. അത് യൂസ് വെറുതെ റോട്ടിൽ കൂടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു ഓഫ് റോഡ് പ്രോഗ്രസിലാണ് പോണേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് ആണ്. ഇത് പാർക്കാൻശ്ശേരി വന്നിരിക്കുന്ന വണ്ടിയാണ്. എന്നെ സംബന്ധിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-30,000 പണി എന്തായാലും കണ്ടു. 5.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഈ പൈസ ഒക്കെ കുറച്ച് തരും, പണിക്കാശ് കുറച്ച് തരും കേട്ടോ വണ്ടി. അപ്പൊ ഇതാണ് വില എന്നുള്ളത് മനസ്സിലായില്ലേ? പ്രൈസ് കേട്ടപ്പോ ഞാൻ ഒന്ന് ഞെട്ടി. പിന്നെ അറിഞ്ഞപ്പോഴാണ് സംഭവം റീ ആണെന്നുള്ളത് മനസ്സിലായത്. യെസ്. ഓക്കെ. ഇതെങ്ങനെയാ? എടുക്കണ്ട. ഒന്ന് ഓക്കെ, നമുക്ക് വേറെ വണ്ടിയിലേക്ക് പോവാം. പിന്നെ അയ്യോ അതെന്താ? എന്തുവാ? അന്നതേ പ്രസ കാണിക്കാം. ഓക്കെ, എന്നാ പ്രസ ഡീറ്റെയിൽസ് പറ. എന്തൊക്കാ ബ്രസയുടെ ഡീറ്റെയിൽസ് പറ. 19 മോഡല് 18 മോഡല് ZDI ആണ് വണ്ടി. ZDI കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 8,80,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ വണ്ടി അന്ന് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ 10-11 ലക്ഷം രൂപ വില ഉണ്ടായുള്ളൂ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു പ്രൈസിംഗില് വേറെ വണ്ടി മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള വേറെ വണ്ടി ഇല്ല. എനിക്ക് തോന്നുന്നു ഇടുന്ന പ്രൈസിംഗ് അല്ല. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ZDIക്കാണ് എനിക്കും കുറച്ച് എൻക്വയറി വന്നേക്കുന്നത്. ബ്രസേല് പ്ലസ് അത് തന്നെ. അതെ അതെ അതെ. ടോപ്പ് വേരിയന്റ് അല്ല, കുറച്ച് ഫീച്ചേഴ്സിൽ വ്യത്യാസം വരും. കാര്യങ്ങളൊക്കെ വരും. എയർ ബാഗ് ABS എല്ലാം വരുന്നുണ്ട്. ഇതാണ് 885 ആണ് ഇതിന്റെ ഒരു പ്രൈസിംഗ്. 880 ആണ്. 85 അല്ല, 880 ആണ്. 8,80,000. 80,000. ഓക്കെ, കുറച്ച്. ഓക്കെ, 8,80,000 രൂപയാണ് കേട്ടോ ചോദിക്കുന്നത് ബ്രസയ്ക്ക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. വീണ്ടും ഒരു പോളോയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അല്ല, ശരിയാണ്, അത് എടുത്ത് പറഞ്ഞത്. ചില ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോഴത്തേക്ക് GT ആണെന്ന് ചില ആളുകൾ വിചാരിക്കുന്നവരുണ്ട്. 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 28,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതൊരു പ്രൈസിംഗ് നമ്മൾ ചോദിക്കുന്നത് 6,85,000 രൂപയാണ്. 6,85,000. ഓക്കെ. ഇത് വേരിയന്റ് 1 ലിറ്റർ MPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈലേജ് ഓറിയന്റഡ് ആണ്. അപ്പൊ ആൾക്കാർ ഓർക്കും പവർ ഒക്കെ കുറവായിരിക്കില്ലേ. പക്ഷെ അങ്ങനെയല്ല. ഈ 1 ലിറ്റർ ഈ ഫോക്സ് വാഗന്റെ എഞ്ചിൻ നിങ്ങൾ ഒരിക്കലും ഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സുസുക്കിയുടെ വാഗണർ ആയിട്ടൊന്നും
കമ്പയർ ചെയ്യാൻ കുറവൊന്നും ഉണ്ടാവില്ല. ഇത് ഈ 1 ലിറ്റർ സ്പെസിഫൈഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് പുറത്ത് മൈലേജ്. അതെ അതെ, റണ്ണിങ്ങിൽ ഇവൻ ആ സാധനം തന്നെയാണ്. പോയിക്കോളും. ആ ഒരു സ്റ്റെബിലിറ്റി ഹൈലൈനാണ് വണ്ടി. 6,95,000 ആസ്കിംഗ് ആണ്, നെഗോഷ്യബിൾ ആണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് i20 ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഈ ഷേപ്പ് ആണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം. ഈ ഷേപ്പും അതിന് മുമ്പ് ഇറങ്ങിയേക്കുന്ന ഷേപ്പും ഇത് ഞങ്ങള് യൂസ് ചെയ്തിട്ടുണ്ട്. എലൈറ്റ് ഷേപ്പാണ്. 2014 തുടങ്ങിയിട്ട് 14 തുടങ്ങിയിട്ടാണ് എലൈറ്റ് ഷേപ്പ് ഇറങ്ങുന്നത്. ടിൽ 2019 വരെ ഇറങ്ങിയിട്ടുണ്ട്. 2019 ഇറങ്ങുമ്പോൾ ടെയിൽ ലാമ്പിന് വ്യത്യാസമുണ്ട്. പക്ഷേ 2018 വരെയുള്ള വണ്ടികളുടെ ടെയിൽ ലാമ്പാണ് കറക്റ്റ് പോലെ നല്ല നല്ല ഭംഗിയുള്ള അല്ല ഈ സെയിം ഷേപ്പ് തന്നെ. ഇത് i20 ആക്റ്റീവ് ആണ്. അതിന്റെ ആസ്ഥ എന്ന് പറയുന്ന പോലെ അല്ല, i20 ആക്റ്റീവ് ആണ്. ഇതൊരു അഡ്വഞ്ചർ എഡിഷൻ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ക്രോസ് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ക്രോസ് ഓവർ. അത് തന്നെ അത് തന്നെ. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓരോ ഇതിനാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ DRലൊക്കെ വരുന്നത്. അതെ അതെ. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രൈസിംഗ് വരുന്നത് 5,35,000. ഓക്കെ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ട് കമ്പനി സർവീസ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. അടുത്തത് എനിക്ക് ഇവിടെ വന്നപ്പോ ഇഷ്ടപ്പെട്ടൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ബിക്കോസ് ഇതിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ മൈക്ര 2017 മോഡല് 18,000 കിലോമീറ്റർ ഓടിയ XV പ്രീമിയം ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് CVT ആണ് വണ്ടി. ഓക്കെ. ഇതിന്റെ പ്രൈസിംഗ് ചോദിക്കുന്നത് 5,45,000 ആണ്. കൂടുതലാണെന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ കൂടി XV ആണ്. ഈ ഒരു പ്രൈസിംഗിൽ തന്നെ നമ്മുടെ 2017 ഒരു 4.5 ലക്ഷം രൂപയ്ക്ക് XL ഉണ്ട്. ഓക്കെ. അതൊക്കെ 50,000 കിലോമീറ്റർ ഓടി വണ്ടി നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് ടോപ്പ് വേരിയന്റ് ആണ്. ആകെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മുടെ കിടക്കുന്ന വണ്ടികൾ ഓൾമോസ്റ്റ് നോക്കിയാൽ തന്നെ 1-2 വണ്ടി ഒഴികെ ബാക്കിയെല്ലാം എറണാകുളം ജില്ലയിൽ തന്നെയുള്ള വണ്ടികളാണ്. അതെ അതെ. ഇൻ കേസ് എറണാകുളം ജില്ലയില്ലാത്ത വണ്ടി ആയാൽ പോലും നമ്മളതിന്റെ ജെനുവിനിറ്റി, കിലോമീറ്റർ ജെനുവിനിറ്റി, അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഗൈസ് ആരെങ്കിലും ഒക്കെ തന്നെ ലേഡീസ് ആരെങ്കിലും ഒക്കെ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല കുഞ്ഞു വണ്ടി കൊണ്ടു നടക്കാനായിട്ട് അല്ലേ, ഭയങ്കര ക്യൂട്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ടോട്ടലി അടിപൊളി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഓസ്കാർ കാസിൽ നല്ല അടിപൊളി കാസ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഓസ്കാർ കാസിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട് ഇവിടെ നിന്നൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉറപ്പായിട്ടും കാണും. ഒരു സ്വിഫ്റ്റ്. ഇന്നും അവൻ നല്ല അടിപൊളിയായിട്ടാണ് കൊണ്ടു നടക്കണത്. മലപ്പുറം വരെ പോയിട്ട് ആ വണ്ടി അതിലിരുന്ന് പോയത് അറിഞ്ഞില്ല എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഈ കിടക്കണം അറിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഞാൻ ആലോചിച്ചായിരുന്നു. കുഴപ്പമില്ല, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. ആ സ്വിഫ്റ്റ് അതാണ്. അയ്യോ. അപ്പൊ ഞാൻ നമ്മുടെ ഓസ്കാർ ഖാന്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ മനസാദിക്കയുടെ നമ്പർ കൊടുത്തേക്കും. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ കണ്ടേക്കണേല് എല്ലാവരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡീലേഴ്സ് ആയാലും കച്ചവടക്കാരായാലും വീഡിയോ ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നമ്പർ അല്ല, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തന്നെ കൊടുത്താൽ മതി. ആ ബിസിനസ് വരെയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കും കിട്ടട്ടെ. നമ്മളെപ്പോഴും ഒരാളെ താഴ്ത്തി കെട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല പോകേണ്ടത്. ഇടപാട് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ തിങ്. അപ്പൊ നമ്മുടെ നമ്പർ അല്ല, എന്റെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിലൊക്കെ കുറെ വായ്ത്താളങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊന്നും അല്ല. നിങ്ങൾ ജസ്റ്റ് ഈ റൂട്ട് പോകുമ്പോൾ ആലുവ പറവൂർ കവലയില് നമ്മുടെ ഓസ്കാർ എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര്. നിങ്ങളിവിടെ വരുമ്പോൾ ജസ്റ്റ് വരിക, വണ്ടികൾ കാണാം, അതിന്റെ ഒരു ജെനുവിറ്റി കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് വരാം. കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ,
സാധാരണ ഒരു യൂട്യൂബറോട് സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇത്. നമ്മളൊരു എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡിൽ തന്നെ സംസാരിച്ചിരിക്കുന്നതാണ്. ഞങ്ങളൊരു രസത്തിന് ചെയ്തിരിക്കുന്ന, ഇവർ ഈ വഴി പോയപ്പോ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പൊ ഇതൊരു ബിസിനസ് ആയിട്ട് കാണണ്ട, ഇത് ഞങ്ങളുടെ ഒരു രസത്തിൽ ചെയ്തേക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും അല്ല. ഇതിന്റെ ഈ വീഡിയോയുടെ ഓവറോൾ നമ്മൾ വലിയ ആൾക്കാരാണെന്ന് പറയുന്നതും അല്ല. പോകുമ്പോ കേറുക ആൻഡ് ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ്. അതാണ്. ഇപ്പൊ ഈ പറയുന്ന വിലകളും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു താല്പര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേ. ചാച്ചാ. ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട്